ഈ ലോകകപ്പിലെ മരണ ഗ്രൂപ്പാണ് അയ്യ. ആ അയ്യെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയത് ഈ രണ്ട് താരങ്ങൾ കിലിയൻ എംബാപ്പയും ഒപ്പം തന്നെ എർലിംഗ് ഹാലൻഡും മുഖാമുഖം വരുന്നു എന്നത് തന്നെയായിരുന്നു. അതിൽ നിന്ന് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും നോർവേയും ആദ്യ രണ്ട് കളികളും ജയിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഉത്തരം കിട്ടേണ്ടത് അതിനാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരാകും? വൻ താരനിരയുമായി എത്തുന്ന ഫ്രാൻസോ, അതോ ഈ ലോകകപ്പിലെ കറുത്ത കുതിരകളാകുമെന്ന് നമ്മൾ കരുതുന്ന നോർവേയോ? ആ പോരാട്ടത്തിന്റെ ആവേശകരമായ പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. രാത്രി 12:30ക്കാണ് ഈ മത്സരം. ഇരു ടീമുകളുടെയും പ്രകടനം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. രണ്ട് ടീമുകളും അവരുടെ ആദ്യ മത്സരം ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഫ്രാൻസിന്റെ വിശേഷങ്ങളിലേക്കാണ്. ഫ്രാൻസിന്റെ രണ്ട് മത്സരങ്ങളിൽ രണ്ടും അവർ ജയിച്ചതിരുന്നു. അതിൽ ആകെ അടിച്ചുകൂട്ടിയത് 6 ഗോളാണ്. ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയത്. എന്തായാലും കിലിയൻ എംബാപ്പയുടെ സംഘം ഇന്നും ഒരുപക്ഷെ ഉസ്മാൻ ടെമ്പേലിയും മൈക്കൽ ഒലീസിയും ഒക്കെ അടങ്ങുന്ന ആ ടീം ഈ ലോകകപ്പിലെ ഏറ്റവും കിരീട ഫേവറേറ്റുകളിലൊന്നാണ്. 2018 ചാമ്പ്യന്മാരാണ്, 2022 റണ്ണറപ്പുകളാണ്. ഇത്തവണ കൂടി അവർ ഫൈനലിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. കാരണം അവരുടെ ആ ടീമിന്റെ കരുത്ത് തന്നെയാണ് അതിന് പിന്നിൽ. ലോക ഫുട്ബോളർ ഉസ്മാൻ ഡെംബേലയുണ്ട്, കിലിയൻ എംബാപ്പയുണ്ട്, മൈക്കൽ ഒലേസിയുണ്ട്, മധ്യനിരയിൽ ഒരു പിടി താരങ്ങൾ. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും മികച്ച ടീമാണ്. ഇവർക്ക് പകരം വെക്കാൻ ആരുമില്ല എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ടീമിനെതിരെ നോർവേക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് നോർവേയുടെ സ്റ്റാറ്റ്സിലേക്ക് വരാം. 28 വർഷങ്ങൾക്ക് ശേഷമാണ് നോർവേ ലോകകപ്പ് കളിക്കാൻ എത്തുന്നത്. പക്ഷേ അവരുടെ വരവ് അതൊരു ഒന്നൊന്നര വരവായിരുന്നു. ഫോട്ടോഷൂട്ട് മുതൽ അവരുടെ ആരാധകരുടെ വൈക്കിംഗ് ഡ്രോ തുടങ്ങി എല്ലാ തരത്തിലും നോർവേ ഈ ലോകകപ്പിലെ ഏറ്റവും ആകർഷകമായ ടീമായി മാറുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ് എർലിംഗ് ഹാലൻഡ് എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അവർ 2 മത്സരങ്ങൾ കളിച്ചു, 2ലും അവർ ജയിച്ചു. അതിൽ 7 ഗോളാണ് ആകെ അടിച്ചത്. അതിൽ 3 ഗോൾ വഴങ്ങുകയും ചെയ്തു. അത് അവരുടെ ഡിഫൻസ് കുറച്ച് ഷെയ്ക്കിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പക്ഷേ അവരുടെ മുന്നേറ്റ നിര അത് തന്നെയാണ്. മുന്നേറ്റത്തിലുള്ള അലക്സാണ്ടർ സോൾറോത്തും ഒപ്പം തന്നെ എർലിംഗ് ഹാലൻഡും പന്തെത്തിക്കാൻ മാർട്ടിൻ ഒഡേഗാർഡും തുടങ്ങി ഒരു കിഡിലൻ അറ്റാക്കിംഗ് നിര, ഒരു റൂത്ത്ലെസ് അറ്റാക്കിംഗ് നിര തന്നെ നോർവേക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ആവേശകരമാവാൻ ഇതൊക്കെ തന്നെ പോരെ എന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് താരങ്ങളിലേക്കും വിശദമായി പോവുകയാണെങ്കിൽ എംബാപ്പയുടെയും ഹാലൻഡിന്റെയും പ്രകടനം പരിശോധിക്കാം നമുക്കിനി. എംബാപ്പെ, ഈ രണ്ട് താരങ്ങൾ ഒരുപക്ഷെ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ശേഷം കാൽപന്തിന്റെ ലോകം ഭരിക്കേണ്ട രണ്ട് താരങ്ങൾ. അവരുടെ സ്റ്റാറ്റ്സ് ഇതിനോടകം തന്നെ അവർ തന്നെ ഗോൾവേട്ടയിലൊക്കെ തന്നെ മുന്നിലാണ്. അവരുടെ ഇന്റർനാഷണൽ സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ്. എംബാപ്പെ 16 മത്സരങ്ങളിൽ നിന്നായി 16 ഗോൾ നേടിയിട്ടുണ്ട്. ലോകകപ്പിൽ അസിസ്റ്റ് 3 ആണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ലോകകപ്പിലെ സ്റ്റാറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി എർലിംഗ് ഹാലൻഡിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങൾ അതിൽ 4 ഗോൾ അടിച്ചിട്ടുണ്ട്. അസിസ്റ്റ് നൽകുന്നതിനേക്കാൾ കൂടുതൽ എന്നും ഗോൾ അടിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ്. അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക് തന്നെയായിരിക്കും കൂടുതൽ പന്തെത്തിക്കാൻ ടീം അംഗങ്ങളും ശ്രമിക്കുക. അങ്ങനെ ഈ 2 താരങ്ങളും ലോകകപ്പിൽ അവരുടെ വരവരിച്ചു കഴിഞ്ഞതാണ്. എംബാപ്പെ ഇതിനോടകം തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ ഇക്കാലത്തെയും മികച്ച താരങ്ങളിലെ ഒരാളായി പറയാവുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. 2018 ഫ്രാൻസിന്റെ കിരീടധാരണത്തിൽ പ്രധാനിയായിരുന്നു. ഇത്തവണയും അവരെ ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി നയിക്കുന്നുണ്ട്. എർലിംഗ് ഹാലൻഡിന്റെ പ്രകടനവും 28 വർഷത്തിന് ശേഷം നോർവേ എത്തുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളും ഈ താരത്തിലാണ്. പ്രത്യേകിച്ച് ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ തന്നെ 6 മത്സരങ്ങളിൽ നിന്നായി 37 ഗോളാണ് അടിച്ചു കൂട്ടിയത്. അതിൽ അവരുടെ ഈ ലോകകപ്പ് യോഗ്യതയിലടക്കം നിർണായക പങ്കായിരുന്നു എർലിംഗ് ഹാലൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 താരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവരുടെ പ്രകടനം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.